ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജ് ഉടൻ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. ഹാജരായാൽ ജോർജിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ജോർജിന് പിന്തുണയുമായി ബി.ജെ.പി. നേതാക്കൾ സ്റ്റേഷനിലും വീട്ടിലും എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ഹാജരായിക്കൊള്ളാം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ഈ അവസാന സമയത്ത് അദ്ദേഹം ഹാജരാകുമെന്ന് ഉറപ്പായ സമയത്ത് ആരെയോ സൂചിപ്പിക്കാൻ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി വിടുപണി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആരെയാണോ സൂചിപ്പിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണോ ഈ അറസ്റ്റ് നാടകം ഉണ്ടാക്കിയത്, ആരെയാണോ സൂചിപ്പിക്കേണ്ടത്, ആ സൂചിപ്പിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ ഒരു നാടകം വന്നു എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അല്ല, ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഞങ്ങൾ പ്രകടനം നടത്തണം, ഞങ്ങൾ എവിടെ എന്ത് ചെയ്യണം, ഏത് രീതി പ്രതികരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ നാട്ടിലുള്ള പാർട്ടി തന്നെയാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. അതല്ല പ്രശ്നം. എങ്ങനെയാണിത് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത് പോലീസല്ല. പോലീസിന്റെ പണി ചെയ്യട്ടെ. പോലീസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കുകയാണ്. അതൊരു വിഷയം ഉണ്ടാക്കി വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി പോലീസ് നടത്തുന്ന ഒരു, അല്ലെങ്കിൽ അതിന്റെ പോലീസിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല, പക്ഷേ ഇതിന്റെ മേലാളന്മാർ മുകളിൽ നിന്ന് രാഷ്ട്രീയമായി നടത്തുന്ന ഒരു വലിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഇപ്പൊ നടന്നത്. ഭാരതീയ ജനതാ പാർട്ടി പി.സി. ജോർജിന്റെ പിന്തുണയാണ്. അദ്ദേഹം ഇന്ന് ഹാജരാകാൻ പോകുന്നു. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വന്നതാണ്. നമ്മൾ ഹാജരാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹാജരാകും. പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും. എവിടെയാണ് പി.സി. അദ്ദേഹം സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കൂ. പി.സി. ജോർജ് എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് നടപടിയെടുക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഇപ്പോൾ കേരളത്തില് ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പി.സി. ജോർജ് തോൽക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പി.സി. ജോർജിനെ ഇവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം ആരുടെ പിന്തുണയാണോ നേടിയത്, ഇവിടെ ആ പിന്തുണ നേടിയവരെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും വേണ്ടി എടുക്കുന്ന ആസൂത്രിതമായ നീക്കത്തിനെതിരായിട്ടുള്ള പി.സി. ജോർജിന്റെ നടപടികൾക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതടക്കം പി.സി. ജോർജിന്റെ പരിഗണനയിലുണ്ട്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീജിത്ത്, ആരോഗ്യപരമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള സാവകാശമാണ് ഈ 2 ദിവസം ചോദിച്ചത്. ബി.ജെ.പി. പ്രവർത്തകർക്കൊപ്പം നേരിട്ട് തന്നെ ഈരാറ്റുപേട്ട സ്റ്റേഷനിലെത്തി ഹാജരാകും എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അങ്ങനെയാണെങ്കിലും അറസ്റ്റിലേക്ക് തന്നെ നയിക്കും എന്ന് തന്നെയാണോ വിവരം? അപർണ, എന്തായാലും പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യും. അതാണ് നടപടിക്രമം. അതെന്തായാലും ഉണ്ടാകും. അത് പി.സി. ജോർജ് ഇവിടെ ഹാജരായാൽ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം അതിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യം ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് പി.സി. ജോർജ് വീട്ടിലെത്തും. തുടർന്ന് ബി.ജെ.പി. നേതാക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു. പി.സി. ജോർജ് സ്ഥലത്തില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പുറത്തു നിന്നാണ് വരുന്നതെങ്കിൽ നേരിട്ട് ഒരുപക്ഷെ ഈരാറ്റുപേട്ട, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ പോലീസ് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്നു. താഴെ റോഡിലാണെങ്കിലും വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് സ്റ്റേഷൻ എല്ലാ തരത്തിലും പി.സി. ജോർജിന്റെ അറസ്റ്റിന് വേണ്ടി, പി.സി. ജോർജിന്റെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ്. പാലാ DYSP ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, വീട്ടിൽ ബി.ജെ.പി. പ്രവർത്തകർ എല്ലാവരും ഉണ്ട്. നേരത്തെ സംസാരിച്ച പോലെ ബി.ജെ.പിയുടെ മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി, കോട്ടയത്തെ 2 ജില്ലകളുടെയും ഈസ്റ്റ് വെസ്റ്റ് ജില്ലകളുടെ പ്രസിഡന്റുമാരായ ലിജിൻ ലാലും റോയ് ചാക്കോയും ഉണ്ട്. അങ്ങനെ ബി.ജെ.പിയുടെ ജില്ലയിലെ നേതാക്കൾ എല്ലാവരും ഉണ്ട്. നാരായണ നമ്പൂതിരിയൊപ്പം തന്നെ രാധാകൃഷ്ണ മേനോൻ, അങ്ങനെ എല്ലാ നേതാക്കളും എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രമീള ദേവി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെയും. അങ്ങനെ എല്ലാ തരത്തിലും ബി.ജെ.പി. പരിപൂർണമായും ജോർജിനൊപ്പം നിൽക്കുന്നു എന്ന് ഫലത്തിൽ വ്യക്തമാകുന്നതാണ് ഈ വീട്ടിലെ സാന്നിധ്യമടക്കം. അവർ പല രാഷ്ട്രീയ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. പി.സി. ജോർജിനെതിരെ അതിഗുരുതരമായ ഹൈക്കോടതി പരാമർശങ്ങൾ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം നിലനിൽക്കുമ്പോഴും അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവരുടെ വാദം, അവരുടെ വശം, ഇവിടെ പി.സി. ജോർജിനെതിരെ മാത്രമാണ് ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നത്. മറ്റാർക്കെതിരെയും അങ്ങനെ ഒരു നടപടികളിലേക്ക് പോകുന്നില്ല. ഈ ഹമാസ് തീവ്രവാദികൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹമാസ് നേതാക്കള് അവരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടത്തിയപ്പോൾ അതിനെതിരെ നടപടി ഉണ്ടായില്ല. മിത്തു പരാമർശത്തിൽ AN ഷംസീറിനെതിരെ പരാമർശം ഉണ്ടായില്ല. അങ്ങനെ പല സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊരു ഏകപക്ഷീയമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ബി.ജെ.പിയും പി.സി. ജോർജിന്റെ ഭാഗം നിൽക്കുന്നവരും ഒക്കെ തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും 10 മണിയോടെ ഹാജരാകും എന്നായിരുന്നു വിവരം.
ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകുമെന്നുള്ളതാണ് രേഖാമൂലം അറിയിച്ച കത്തിൽ ഉള്ളത്. 2 കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഒന്ന്, സ്ഥലത്തില്ല, 2 ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ 2 കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് PC ജോർജ് ഈ പോലീസിന് അന്ന് മറുപടി പാലാ ഡിവൈഎസ്പിക്ക് മറുപടി നൽകിയിരുന്നത്. എന്തായാലും അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ തിങ്കളാഴ്ച ഹാജരാകാം എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യായിരുന്നു. എന്തായാലും പ്രതീക്ഷ ഇതാണ്, ഏത് നിമിഷവും PC ജോർജ് ഇവിടേക്ക് എത്തിച്ചേരും. BJP നേതാക്കൾ, കുടുംബാംഗങ്ങൾ, ഇവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകളും അതാണ്. ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ PC ജോർജ് എത്തിച്ചേരും എന്നുള്ളതാണ്. അതേസമയം തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നോട്ടീസ് ഇതിനകം തന്നെ ഫലത്തിൽ കൈമാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് ആദ്യ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. പക്ഷെ ആ നോട്ടീസ് PC ജോർജ് നേരിട്ട് കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ പോലും നോട്ടീസ് കിട്ടി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് PC ജോർജ് ഒരു മറുപടി നൽകുന്ന സാഹചര്യമാണുള്ളത്. പാലാ ഡിവൈഎസ്പിക്ക് നൽകിയ കത്തിൽ അതായിരുന്നു വിഷയം. അതുകൊണ്ട് തന്നെ ഇനി പുതിയ നോട്ടീസ് PC ജോർജിന് കൈമാറേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ PC ജോർജിനെ ഇവിടേക്ക് വരുന്ന വഴിയാണെങ്കിലും അറസ്റ്റ് ചെയ്യാൻ സാഹചര്യം, കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെ പറയുന്നുണ്ട്. എന്നാലും വലിയ പോലീസ് സന്നാഹം തന്നെയാണ് ഇവിടെയുള്ളത്. പാലാ ഡിവൈഎസ്പിക്ക് കീഴിൽ ഏതാണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയും രാവിലെ മുതൽ ഇവിടെ തമ്പടിക്കുന്നുണ്ട്. AR ക്യാമ്പിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി പോലീസ് കാത്തിരിക്കുകയാണ്. അപർണ, ശ്രീജിത്ത്, കഴിഞ്ഞ തവണയും വിദ്വേഷ പ്രസംഗത്തിൽ അറസ്റ്റ് ചെയ്തപ്പോൾ BJP നടത്തിയ പ്രതിഷേധം തിരുവനന്തപുരത്ത് കണ്ടതാണ്. അന്ന് വാഹനം തടയുക, അഭിവാദ്യം അർപ്പിക്കുക, ആ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെ ആയിരുന്നു. ഇതുവരെ അറസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിലും BJPയുടെ പ്രധാന നേതാക്കന്മാരും സ്ഥലത്ത് എത്തിച്ചേർന്നത് കൊണ്ട് ഇതൊരു വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? വലിയ പ്രതിഷേധത്തിന് സാധ്യതയില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. പറഞ്ഞ അതിന് പ്രധാന കാരണം കഴിഞ്ഞ തവണ കസ്റ്റഡിയിൽ എടുക്കുന്ന പോലുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ പരാമർശങ്ങളടക്കം വളരെ പ്രധാനപ്പെട്ടതായി അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ PC ജോർജിന് പിന്തുണ നൽകി ഒപ്പമുണ്ടാകുക, ഇതിനപ്പുറത്തേക്ക് PC ജോർജിനൊപ്പമുണ്ട് എന്ന് പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുക, ഇതിനപ്പുറത്തേക്ക് കൂടുതൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് പോയാൽ അത് ഈ കേസടക്കം തുടർന്ന് കോടതിയിൽ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിന് തിരിച്ചടിക്ക് കാരണമാകുമെന്നൊക്കെയുള്ള വിലയിരുത്തൽ പോലീസിനെ സംബന്ധിച്ച്, BJP പ്രവർത്തകരെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകില്ല. ഒരുപക്ഷെ PC ജോർജിനൊപ്പം ജയിലിലേക്കും മറ്റും അനുഗമിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഒരുപക്ഷെ മുദ്രാവാക്യം വിളിയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്താനുള്ള സാധ്യത വരെയുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം, ഈ വാഹനം തടയുന്ന രീതിയിലോ അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നേരത്തെ അപർണ ചൂണ്ടിക്കാണിച്ച 2 സാഹചര്യത്തിലും PC ജോർജ് BJP നേതാവല്ല, BJPയിൽ ചേർന്നിട്ടില്ല. അതിനു മുമ്പുള്ള സാഹചര്യമായിരുന്നു. അത് ഹിന്ദുമത സമ്മേളനത്തിൽ വെച്ചായിരുന്നു, അനന്തപുരി സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം വിവാദമായത്. അതുകൊണ്ട് തന്നെ RSS നേരിട്ട് ഇടപെട്ടാണ് അന്ന് എല്ലാ പിന്തുണയും നൽകിയത്. ഇന്ന് PC ജോർജിനൊപ്പമുള്ളത് BJP നേതാക്കളും പ്രവർത്തകരുമൊക്കെയാണ്. നേരത്തെ ഉള്ള സാഹചര്യത്തിൽ നിന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ചില സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ PC ജോർജിനൊപ്പമുണ്ട്. ചില വാർത്തകൾ BJP PC ജോർജിനെ കൈവിട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു എന്നുള്ളത് PC ജോർജും ഒപ്പമുള്ളവരും BJP നേതാക്കളും ഒക്കെ കാണുന്നുണ്ട്. ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ വിവരങ്ങൾ നൽകിയിരുന്നതുമാണ്. അതായത് BJP നേതാക്കൾക്കൊപ്പം എത്തിയായിരിക്കും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുക, അതായത് PC ജോർജിനൊപ്പം BJP ഉണ്ടാകും എന്ന് തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ തന്നെ എടുത്തൊരു തീരുമാനം അതാണ്. എന്തായാലും ഇനി എങ്ങനെയൊക്കെയാണെങ്കിലും PC ജോർജിന്റെ ഇനിയുള്ള നടപടിക്രമങ്ങൾ നടക്കണമെങ്കിൽ PC ജോർജ് ഹാജരാകണം, അല്ലെ PC ജോർജിനെ പുറത്തുവെച്ച് എവിടെ വെച്ചെങ്കിലും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം. മറ്റ് നാടകീയ രംഗങ്ങൾക്കൊന്നും പോലീസ് ഫലത്തിൽ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് BJP ഉയർത്തുന്ന ഒരു ഇരവാദമാണ്. അത് സമൂഹത്തിൽ അത്തരം ഇരവാദം ഉണ്ടാകുമ്പോൾ PC ജോർജിന് അത് ഗുണമാകുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം, രാഷ്ട്രീയമായ ഗുണമാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. കഴിഞ്ഞ അറസ്റ്റിൽ പുലർച്ചെ വീട്ടിലെത്തി നടത്തിയ അറസ്റ്റിന് തൊട്ട് പിന്നാലെ BJP സംസ്ഥാനത്തൊട്ടാകെ നടത്തിയ സ്വീകരണം, RSS പ്രവർത്തകർ നൽകിയ സ്വീകരണം, ഏറ്റവും ഒടുവിൽ വലിയ കാര്യമായി അറസ്റ്റ് ചെയ്ത കേസിൽ കോടതിയിലെത്തിയപ്പോൾ അന്ന് തന്നെ വൈകുന്നേരം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അതൊരു തിരിച്ചടിയായിരുന്നു പോലീസിനെ സംബന്ധിച്ച്. അത്തരമൊരു ആവേശം കാട്ടേണ്ട കാര്യമില്ല. മാത്രമല്ല പുതിയ വകുപ്പുകൾ വന്നിരിക്കുന്നു. ഈ BNS വകുപ്പ് പ്രകാരം ഈ ഒരു പ്രതിയെ അങ്ങനെ പുറത്തു നിന്ന് പ്രത്യേകമായി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതേസമയം നോട്ടീസ് നൽകിയ ശേഷം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നിയമപരമായ സാധ്യത എന്നും
പറയുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ നോട്ടീസ് കൈപ്പറ്റിയ സാഹചര്യത്തിൽ ഇനി പി സി ജോർജിനെ കൈപ്പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം മറുപടി കത്ത് നൽകിയ സാഹചര്യത്തിൽ ഇനി വേണമെങ്കിൽ അദ്ദേഹത്തെ വഴിയിൽ നിന്ന് കണ്ടാലും കസ്റ്റഡിയിൽ എടുക്കാവുന്ന ഒരു സാധ്യതയുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും പക്ഷെ അത്തരം വലിയ നാടകീയതകൾ ഒരുക്കി പി സി ജോർജിന് കൂടുതൽ സാധ്യതകൾ ഒരുക്കി കൊടുക്കാൻ എന്തായാലും നിലവിൽ പോലീസിന് താല്പര്യമില്ല. അത് പോലീസിന്റെ താല്പര്യം മാത്രമല്ല, സർക്കാരിന്റെ താല്പര്യം അത് തന്നെയാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ കൂടി അങ്ങനെ ഇക്കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് ഒരു BJP-യുടെ നേതാവാണ്, സംസ്ഥാനം അറിയുന്നൊരു നേതാവാണ് പി സി ജോർജ്. മാത്രമല്ല BJP എന്ന നേരത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കേവലം ഒരു ചെറിയ പാർട്ടിയുടെ, ഈ കോട്ടയത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയുടെ നേതാവായിരുന്നു പി സി ജോർജ്. പക്ഷേ ആ അറസ്റ്റിലൂടെ സംസ്ഥാനത്തൊട്ടാകെ സ്വീകാര്യത, അതായത് BJP നേതാക്കളുടെ RSS പ്രവർത്തകരുടെ സ്വീകാര്യത നേടാൻ ജോർജിനായി എന്നൊരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ജോർജിനാകെ ഒരു പരിധിവരെ ഗുണം കിട്ടുന്ന, ആ രാഷ്ട്രീയത്തിന് ഗുണം കിട്ടുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ പോയി എന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നാടകീയത, ഇപ്പോൾ വീട്ടിൽ കയറി പുലർച്ചെ അറസ്റ്റ് ചെയ്യുക, അത്തരം രീതികൾക്കൊന്നും തയ്യാറല്ല. പകരം ഇത് 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ്. അതുകൊണ്ട് തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുക, സ്റ്റേഷനിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുക, മജിസ്ട്രേറ്റിന് അത് ഹാജരാക്കുന്നതിന് മുൻപ് വൈദ്യപരിശോധന പൂർത്തിയാക്കുക, അതിനുശേഷം മജിസ്ട്രേറ്റിന് ഹാജരാക്കി റിമാൻഡ് ചെയ്യുക. ഇതാണ് പോലീസിന്റെ മുന്നിലുള്ള തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നാടകീയതകൾ ഇനി സംഭവിക്കുമോ എന്നുള്ളത് തീർച്ചയായും വരുന്ന മിനിറ്റുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപർണ.